ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അനന്തു ഇങ്ങനെ ചില സമയത്ത് ഓരോ കാര്യങ്ങൾ പറയും, ചില സമയത്തൊന്നും മിണ്ടാണ്ട് കിടാൻ പറയും ഞാൻ. പക്ഷെ ഇന്നലെ അതേപോലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അവൻ തന്നെ പറയും, അയ്യ നോക്കിട്ട് പറയും, ഓർക്ക പറയും, തന്ത്രം ചീനോടി തന്ത്രി, അപ്പൊ മന്ത്രം ചീനോടി മന്ത്രി. അതാ ഇവന്റെ അവൻ ചോദിച്ച ചോദ്യം ഇതാണ്: മന്ത്രം ചെല്ലുന്നവർ അല്ലെങ്കിൽ മന്ത്രം ചെയ്യുന്നവർ മന്ത്രിയും, തന്ത്രം സൂത്രശാലികള് അവര് തന്ത്രിയുമല്ലേ ആവേണ്ടത്? സത്യമായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയില് തന്ത്രം അറിയുന്നവൻ മന്ത്രിയാണ്. അതായത് തന്ത്രങ്ങൾ അറിയുന്നവരാണല്ലോ രാഷ്ട്രീയത്തിൽ മൊത്തം ഉള്ളത്. തന്ത്രം അറിയുന്നവൻ മന്ത്രി ആയിരിക്കുന്നു, മന്ത്രം അറിയുന്നവൻ തന്ത്രി ആയിരിക്കുന്നു. അപ്പൊ എന്ത് പറഞ്ഞൊരു കാര്യം സത്യമാണ്. ശരിക്കും നേരെ തിരിച്ചല്ലേ വരണ്ട, ലോജിക്ക് ഉണ്ടായിരിക്കും അവൻ പറഞ്ഞില്ലേ. ഞാൻ അതാ ചിന്തിച്ചത്. എന്തെങ്കിലുമൊക്കെ എനിക്ക് കുസൃതി ചോദ്യം പറയുമ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കണം, എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ എന്ന് നോക്കി. പക്ഷെ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്തല്ലേ പറഞ്ഞു, രാത്രിയല്ലേ? എനിക്ക് ക്ഷീണാന്ന് കിടന്ന സമയത്തല്ലേ. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു കേട്ടാ, പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. കിഡ്നിയുടെ ടെസ്റ്റ് നടത്തി, LFT നടത്തി, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, തൈറോയിഡൊക്കെ നടത്തി, ഒക്കെ നോർമൽ, ഒരു പ്രശ്നമില്ല. കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആണ്. എന്താ ഇനി അടുത്ത കാര്യം? അടുത്ത പുസ്തകം ചെയ്ത് നോക്കാം. ശരിയാണല്ലോ. മെയിൻ ആയിട്ടുള്ള മന്ത്രി, പ്രധാനമന്ത്രി, പ്രധാനമായിട്ടുള്ള മന്ത്രി, മുഖ്യമായിട്ടുള്ള മന്ത്രി. അതായത് നമ്മുടെ കേരളത്തിൽ മുഖ്യമായിട്ടുള്ള മന്ത്രി. ധനമുള്ള മന്ത്രി അല്ല, ധനം കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ആരോഗ്യമുള്ള മന്ത്രി എന്നല്ല, ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അതിനൊക്കെ അത്ര അർത്ഥം. അതല്ല, എന്നാലുണ്ട് ഒരാളാണ് ആരോഗ്യമന്ത്രി. അവനെ ആരോഗ്യമില്ലാത്ത ആൾക്കെന്നെ ആരോഗ്യമന്ത്രിയാവാൻ പറ്റും? ആരോഗ്യം ഉണ്ടായിരിക്കും. ഇപ്പൊ കെ മുരളീധരനാ, അദ്ദേഹത്തിന്റെ ആരോഗ്യം എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. അതിലൊന്നും ഞാനൊന്നും കാണില്ല. പക്ഷെ ഇതെനിക്ക് ഒരു നല്ലൊരു, അവൻ പറഞ്ഞതൊരു വൈറൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് തന്ത്രം അറിയണവൻ തന്ത്രി, മന്ത്രം അറിയണവൻ മന്ത്രി കഴിയാവണ്ടേ. തൃശ്ശൂർക്കാർക്ക് ഇത്തിരി സ്പീഡ് കൂടുതൽ. അദ്ദേഹം കണ്ടില്ല, ഒറ്റ ശ്വാസത്തിലാ പറയണത്. നിർത്തി പറഞ്ഞ ആൾക്കാർ. മന്ത്രം അറിയണോട് മന്ത്രി, തന്ത്രം അറിയണോട് തന്ത്രി കഴിയാവണ്ടേ. സ്പീഡിന് കുറവൊന്നുമില്ല. സാരല്ലേ, പോട്ടെ, അത്രയൊക്കെ സ്പീഡ് മതി. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് എല്ലാവരും അതിനൊന്ന് കമന്റ് ചെയ്യണം. അന്തുവിന് അതിൻ്റെ ഒരു ഉത്തരം കൊടുക്കണം, അവൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പൊ അവനത് കുറെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാണുന്ന എല്ലാവരും അവൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ലേ. അത് നല്ല മഴക്കാറും മഴ മൂടി നിൽക്കലും ഇടിവെട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെ. പക്ഷെ ചൂടിന് ഒറ്റ കുറവില്ല. ചൂട് ഇവനോട് പറഞ്ഞു എന്റെ വാക്കുകളോട് തെറ്റിപ്പോയത്. ഇവനെ ശരിക്കും കയറി വെച്ചിട്ട് പഠിപ്പിന്റെ തോന്നുന്നു. ജയരാജ് വഴിക്ക് വിട്ടാൽ മഴക്കാറുണ്ടെങ്കിൽ എന്താ മഴ ബൈക്ക് ഇല്ലാത്തത്? മഴ ബസ് ഉണ്ട്, മഴ ഷിപ്പ് ഉണ്ട്, മഴ പ്ലെയിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. മഴ ഓട്ടോറിക്ഷ ഉണ്ട്. മഴ ഓട്ടോറിക്ഷ വിളിച്ചാൽ മതിയാ. മൂക്കിന്റെ പാലം തകരാറായിണ്ടോ എന്നൊരു സംശയം. മൂക്കിന്റെ പാല് ഈ സാധനമാണ്. വണ്ടിയൊക്കെ കയറ്റാൻ പറ്റും മൂക്ക് കൂടെ. മൂക്കിന് പാലൊക്കെ വന്നാ മൂക്ക് കൂടെ ഒക്കെ ബസ്സൊക്കെ ഓടി തുടങ്ങി. എന്റെ മൂക്ക് വേദനിക്കപ്പോ അങ്ങനെയാകുമ്പോ ഈ സൗകര്യം പറഞ്ഞ നമ്മുടെ മൈക്ക് കംപ്ലൈന്റ്. അല്ലെ, മൂക്കിന് പാലൊക്കെ വന്നാ മൂക്ക് കൂടെ ഓടി കയറുമ്പോ വേദനിക്കേ മൂക്കിന്. ഇവൻ പറയണ പോലെ നമുക്ക് സ്പോട്ടിൽ തമാശ പറയാനൊന്നും എല്ലാവർക്കും പറ്റില്ല. ഇതൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. അവൻ്റെ ഈ സ്പോട്ടില് പറയാൻ പറ്റുന്ന തമാശകള് ഇതൊന്നും ചിന്തിച്ച് പറയുന്നതല്ല കേട്ടോ. ഇവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ചില സമയത്തേക്ക് പണി തിരക്കോ അല്ലെങ്കിൽ കൊടവിടുന്നെന്ന് പറയും. ഞാൻ ഓരോ കുസൃതി ചോദ്യം വന്നിക്കാന്ന് പറയും. പിന്നെ ചില സമയത്ത് ചില തിങ്ക് ചെയ്യാനുള്ളത് തന്നെയാണ് അവൻ പറയുക. ഒരു എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഞാനിങ്ങനെ മൂക്കിന്റെ പാലെന്നുണ്ട് ഈ സാധനത്തിനാണ് പറയുക. അപ്പൊ ഈ രണ്ട് കൈ മടക്കിയിട്ട് ഇതും ഒരൊറ്റ ഇടിച്ച് അത് തകർന്ന് കഴിഞ്ഞാ വണ്ടികൾക്ക് പോവാൻ പറ്റില്ല. അപ്പൊ വണ്ടികൾ എങ്ങനെ പോവാ? എന്താടാ മുത്തേ നീ ഇങ്ങനെ
കൂറുമ്പൊക്കെ നമ്മുടെ ചക്കര ചക്കൻ ചക്കര കുട്ടി. ആ അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാട്ടാ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. പിന്നെ അറിയാവുന്നവർക്കൊക്കെ ഞങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒരു റിലേറ്റീവ്സിനും പരിചയക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഞങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം എല്ലാവരും അനന്തുവിൻ്റെ ഈ കുസൃത ചോദ്യം അറിയട്ടെ, ഈ മന്ത്രിയുടെയും തന്ത്രിയുടെയും കാര്യം. എന്തായാലും എല്ലാം കുറേ പേര് അറിയുകയാണെങ്കിൽ അതെല്ലാവർക്കും ഒരു മറുപടി തരാൻ പറ്റുമല്ലോ. അപ്പോൾ അവന് ധാരാളം കമൻറ്റ് കിട്ടുമ്പോൾ അതിന് ഭയങ്കര സന്തോഷവും അത് ഭയങ്കര ഹാപ്പിയാണ്. കമൻറ്റ് വരുന്ന ഓരോ കമൻറ്റ് ഞാൻ വായിച്ചാണ് കേൾപ്പിക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്നൊരു 3-4 പേരേ ഉള്ളൂ. പിന്നെ ഞാൻ നിൽക്കിയിട്ട് 2-3 പേരും കൂടിയിട്ടുണ്ട്. പതുക്കെ കൂടുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ എല്ലാം ഞാൻ അവന് വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ അല്ലേ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് പറയണില്ലേ. താങ്ക് യു. സ്നേഹം. ലവ് യു. ലവ് യു. ഓക്കെ ബൈ. ബൈ.